ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മലയാളികൾക്ക് സദ്യയുടെ കൂടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പപ്പടം. നമ്മുടെ തീന്മേശയിൽ പപ്പടത്തിൻ്റെ സ്ഥാനം അത്രയും വലുതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ പപ്പടം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പപ്പടം തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഉഴുന്നൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൗഡറൊക്കെ താഴേക്ക് പോയി പൊടിയാത്ത ഉഴുന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വീണ്ടും നമുക്കിനി ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് പൗഡർ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലെണ്ണ 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഉഴുന്നിലേക്ക് 3 സ്പൂൺ നല്ലെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പപ്പടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 സ്പൂണ് ഉപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഈ 4 ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന രൂപത്തിൽ കുഴച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അല്പം നല്ലെണ്ണയും കൂടെ തടവി നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളിത് കുഴച്ചെടുത്ത് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റ് ആയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ പാകമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നമ്മുടെ പപ്പടം തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമ്മുടെ വിരൽ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി ഈ മാവ് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് മാവ് എടുത്ത് നോക്കിയാൽ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മൾ ഈ മാവിനെ 2 ഭാഗമായിട്ട് മാറ്റുകയാണ്. പകുതി ഭാഗം എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. മാവിനെ ഉരുട്ടിയെടുത്ത് ഈ ഒരു നീളത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സൈസിൽ നമ്മൾ മാവ് കട്ട് ചെയ്തെടുക്കുക. മാവ് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നീളത്തിൽ ഉരുട്ടിയെടുത്ത് കട്ട് ചെയ്തെടുക്കുക. 1 കപ്പ് ഉഴുന്നുപൊടിയിൽ നിന്ന് നമുക്ക് ഇത്രയും പപ്പടം തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അല്പം മൈദ ഇട്ടിട്ടുണ്ട്. മൈദ വെച്ചാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസും ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നമുക്ക് സെയിം പപ്പടത്തിൻ്റെ ഷേപ്പ് തന്നെ കിട്ടണമെന്നില്ല, പല രൂപത്തിലും ആയിട്ട് മാറും. ഇപ്പോൾ എൻ്റേത് ഈ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല നൈസാക്കി നമ്മൾ പരത്തിയെടുക്കണം. ഇങ്ങനെ എൻ്റെ കൈ താഴ്ന്ന് കാണുന്ന രൂപത്തിലാണ് ഇപ്പോൾ പരത്തിയെടുത്തിട്ടുള്ളത്. നല്ല റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി മാവ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ വട്ടത്തിലുള്ള പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്നും പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ഉരുളകളാക്കിയിട്ടുള്ള എല്ലാം ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പപ്പടം നമുക്കൊന്ന് വെയിലത്തിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് പപ്പടം നമുക്കൊന്ന് ആദ്യം വെയിലത്ത് ഇട്ട് വെക്കുക. ഇപ്പം നമ്മുടെ പപ്പടം വെയിലത്ത് വെച്ച് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ മറിച്ചിട്ടും വെയിലത്ത് വെക്കണം. ഒരുപാട് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോകും.
അപ്പോൾ സമയം എന്താ കറക്റ്റായിട്ട് നോക്കിയിട്ട് വെയിലത്തിടുക. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അടുക്കി വെക്കാം. ഇപ്പോൾ പപ്പടം പൊരിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പപ്പടം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പപ്പടമൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ നിങ്ങൾക്കും നല്ല മായം ചേർക്കാത്ത രുചികരമായ പപ്പടം വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.